നമസ്കാരം. പുസ്തക പേജിന്റെ 3-ാമത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോഴും എല്ലാവരും തന്നെ ലോക്ക്ഡൌണിലാണ്. അപ്പൊ ഏതാണ് നമ്മൾ ഈ ഒരു പുതിയ ഒരു നോർമൽ, അതായത് ഈ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ഈ ഒരു നോർമലുമായിട്ട് ഏതാണ്ട് താതാത്മ്യം പ്രാപിച്ചു വരികയാണ്. പക്ഷെ വായിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു സമയം കുറച്ചൊക്കെ വായിക്കാൻ സാധിച്ചു, കുറച്ച് അല്ലെങ്കിൽ സാധാരണ സമയമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. പ്രത്യേകിച്ച് വായിക്കുന്നവർക്ക് വായിക്കാൻ സാധിച്ചു എന്നുള്ളൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രത്യേകിച്ച് ഈ ഒരു സമയം നമ്മൾ പുതുതായിട്ട് ഉള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനൊക്കെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും വായിക്കാൻ സാധിക്കുന്നവർക്ക് അല്ലെങ്കിൽ വായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു തീർക്കാൻ ഈ സമയം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഒരാഴ്ചയില് ഞാൻ വായിച്ചൊരു പുസ്തകമാണ് ബെന്യാമിൻ എഴുതിയ മഞ്ഞവെയിൽ മരണങ്ങൾ. ശരിക്കും ആ ഒരു പുസ്തകത്തില് അദ്ദേഹത്തിന്റെ മുമ്പ് ഞാൻ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു പുസ്തകത്തിന്റെ ഒരു സവിശേഷതയുടെ എനിക്ക് തോന്നിയത് അതിലെ ആ ഒരു ആര്, അതായത് ആ ഒരു ക്രൈം അല്ലെങ്കിൽ എന്തുകൊണ്ട്, ആര് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരം പതുക്കെയാണ് ആ നോവൽ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അത് അറിയാൻ വേണ്ടിയിട്ട്, സത്യം പറഞ്ഞാൽ പുസ്തകം തറയെ വെക്കാതെ അത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും നമുക്ക് എപ്പോഴും, പ്രത്യേകിച്ച് കഥകൾ ഇഷ്ടപ്പെടുന്നവർക്ക്, ഒരു ത്രില്ല് അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി ഒക്കെ തരുന്ന ത്രില്ലറുകളോട് വലിയൊരു താല്പര്യമാണ്. പക്ഷെ മലയാളത്തിൽ അങ്ങനെ വലിയ പറയത്തക്ക ത്രില്ലറുകൾ നമുക്ക് സുലഭമായിട്ട് ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. പണ്ട് ഞാൻ ചെറുതായിരിക്കുമ്പോ ഫേമസ് 5 സീക്രട്ട് 7 ഒക്കെ വായിച്ചാണ് തുടങ്ങിയത്. അങ്ങനെയാണ് എനിക്ക് ഈ ക്രൈമിനോടൊരു താല്പര്യം തോന്നി തുടങ്ങിയത്. അതിനുശേഷം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഷെർലക് ഹോംസ് വായിക്കുന്നു, അഗത ക്രിസ്റ്റി വായിക്കുന്നു. കുറച്ചും കൂടെ മുതിർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇനി എന്ത് വായിക്കാം എന്നായി. എന്നാലും ഇംഗ്ലീഷിൽ മാത്രമേ നമുക്ക് വായിക്കാൻ പുസ്തകങ്ങളുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഒരു ജോൺ ഗ്രിഷം വായിക്കാം, ലീഗൽ ത്രില്ലേഴ്സ് ഇഷ്ടമുള്ളവർക്ക്. മൈക്കിൾ ക്രിക്ടന്റെ പുസ്തകങ്ങളുണ്ട്, ജെയിംസ് പാറ്റേഴ്സന്റെ പുസ്തകങ്ങളുണ്ട്. എന്നിരുന്നാലും ഈ സമയത്തൊന്നും കണ്ടംപററി ആയിട്ട് നമുക്ക് മലയാളത്തിൽ ഒരു പുസ്തകം പറയാൻ ഇല്ല എന്ന് തന്നെ പറയാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വളരെ യാദൃശ്ചികമായി ഈയിടെ ഞാൻ ബുക്ക് സ്റ്റോറിൽ പോയപ്പോൾ ലാജോ ജോസിന്റെ പുസ്തകങ്ങൾ കണ്ടത്. അപ്പൊ ഞാൻ വിചാരിച്ചു, ശരിയാണ്, മലയാളത്തിൽ ഇപ്പോൾ ലാജോ ജോസ് എന്റെ പുസ്തകങ്ങളാണ് ക്രൈം ത്രില്ലർ, കണ്ടംപററി ത്രില്ലേഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, സമയം കളയണ്ട, നമുക്ക് ലാജോ ജോസിനെ തന്നെ അതിഥിയായിട്ട് വിളിക്കാം. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ലാജോ ജോസ് എത്തിയിട്ടുണ്ട്, ഈ ഒരു അധ്യായത്തിൽ നമ്മുടെ അതിഥിയായിട്ട്. ലാജോ, വെൽക്കം ടു പുസ്തക പേജ്. താങ്ക് യു സോ മച്ച്. ലാജോ ജോസ് എഴുതിയ 3 നോവലുകൾ, കോഫി ഹൗസ്, ഹൈഡ്രേഞ്ചിയ, റൂത്തിന്റെ ലോകം, 3 പുസ്തകങ്ങളും ഓഡിയോ ബുക്ക് രൂപത്തിൽ സ്റ്റോറി ടെല്ലിൽ എല്ലാവർക്കും കേൾക്കാൻ പാകമായിട്ടുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങാം അല്ലെ? അതെ അതെ. പോഡ്കാസ്റ്റ് ഒക്കെ കേൾക്കാറുണ്ടോ? പോഡ്കാസ്റ്റ് ഞാൻ എനിക്ക് തോന്നുന്നു, എന്റെ ഓർമ്മ ശരി 2 വർഷം മുമ്പ് വരെ ഞാൻ കേട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ മാസം Sample complete. Ready to continue?